ഇപ്പോൾ റിട്ടയർഡ് എസ് പി ആയ കെ ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. അതായത് വളരെ ദാരുണമായൊരു സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു ഫേസ് ക്രീമിന്റെ പേരിലാണ് അമ്മയെ കമ്പിപ്പാര കൊണ്ട് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിൽ സാരമായി തന്നെ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുൻപും ഈ ക്രിമിനൽ കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാകും പോലീസിന്റെ ഒരു തുടർ നടപടികളൊക്കെ? ഈ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തില് മാധ്യമങ്ങളിലൂടെ നമ്മൾ ദിനംപ്രതി എന്ന പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനടിവരയിടുന്ന ഒരു സംഭവമാണ് ഇപ്പം കൊച്ചിയിൽ പനങ്ങാട് നിന്ന് റിപ്പോർട്ടായി വരുന്നത്. നിവ്യ എന്ന് പറയുന്ന ആ ഒരു യുവതി, അവരുടെ അമ്മ, അതും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളിയായിട്ടുള്ള അമ്മയെ അതിക്രൂരമായിട്ട് ആദ്യം ദേഹത്തടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. അതിനുശേഷം കമ്പിപ്പാര കൊണ്ടടിച്ച് അവരുടെ വാരിയൽ ഒടിയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോ നമ്മള് വളരെയധികം സമൂഹത്തിൽ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്ന് വരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മുന്നേ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള യുവതിയാണ് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സൗന്ദര്യ വർത്തക വസ്തുവിന് സ്വന്തം അമ്മയെ, പെറ്റ് വളർത്തിയ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് സൗന്ദര്യ വർത്തക വസ്തുവിന് പ്രാധാന്യം നൽകുന്നു? ഈ തലമുറ ഏത് രീതിയിലേക്കാണ് പോകുന്നത്? അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള മാതാപിതാക്കൾ, ഗുരുക്കൾ, അവരെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറണമെന്നും പ്രാഥമികമായി നമ്മൾ പഠിച്ചിട്ടുള്ള ആ മൂല്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള തലമുറയുടെ മാറ്റമാണ് ഇവിടെ കാണുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ഇപ്പോൾ ഇത് റിപ്പോർട്ടായി വാരിയൽ ഒടിഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ കേസായതും ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങിയത്. അതേസമയം കേസായ അതിൽ ഒരു 90% സംഭവങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങൾ നടന്നിട്ട് പോലീസിൽ കേസാവാത്ത സംഭവങ്ങളും ആയിരക്കണക്കിനുണ്ടാവും. അപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ആരോടും വിധേയത്വമില്ലാത്ത, സ്വന്തം സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു തലമുറയായി മാറുന്നുണ്ട്. ക്രിമിനൽ സംഘങ്ങളായി സഞ്ചരിക്കുന്നു. അവർ ജില്ലകൾ തോറും, ജില്ലകൾ വിട്ടും സംസ്ഥാനം വിട്ടും പോകുന്നു. അപ്പം അവർ മയക്കുമരുന്നും അതുപോലെ തന്നെ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഇത് ശാരീരികമായ പീഡനം മാത്രമല്ല മാതാപിതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത്. അവർക്കിപ്പോ മാനസികമായ പീഡനങ്ങളുണ്ട്. വീട്ടിൽ അടച്ചുപൂട്ടിയിടുക, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, രോഗാവസ്ഥയിൽ അവരെ പിന്തള്ളുക, അല്ലെ അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ പരമാവധി പീഡിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനെ കാണേണ്ട ആളുകൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു സാമൂഹ്യ വിപത്തായി കാണുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. വയോജന സംരക്ഷണത്തിനായി പല രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക്? സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ഈ രീതിയിലുള്ള അനാഥാവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ സംഭവം. അതുകൊണ്ട് ഇതിനെ നിയമപരമായിട്ട് നേരിടുന്നു എന്ന് പറഞ്ഞാലും ഇവർ പതിവ് കുറ്റക്കാരാണ് എങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതല്ല അതിലപ്പുറത്തേക്ക് ഇതൊരു തലമുറയുടെ പ്രശ്നമാണ്. ഒരു വൃദ്ധ ജനങ്ങള് അല്ലെങ്കിൽ മാതാപിതാക്കള് അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു വലിയ സംഭവമാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ആന്റണി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.